വന്നാലോ? മെസ്സേജ് ഒക്കെ പിന്നെ നോക്കാം. നീ ഒന്ന് വേഗം ചെല്ല് മോനെ. നോക്കി പോണേ. ഈ ചെക്കൻ രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോടാ പോടാ പോടാ. അതെ, അമ്മയാ പറഞ്ഞത് നോക്കിയിട്ട് പോണെന്ന്. എടാ ടിൻഡു, നീ എങ്ങോട്ടാ? മരുന്നു കടയിലേക്കാ. വല്യമ്മച്ചിക്ക് ഭയങ്കര ചുമ. ഇപ്പം വടിയാവുന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞാടെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ നമ്മളെല്ലാവരും പോണം മോനെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരെ അച്ചോ? ഈ അച്ഛന്റെ ഒരു കാര്യം. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആഹാ, ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ലാന്ന്? ഹെൽമെറ്റ് വെച്ചാ ഈ ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കിൽ ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്തച്ഛന് തീരെ ചെവി കേൾക്കില്ല. ഒരു ഹെൽമെറ്റ് വെച്ചാ അത് ശരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം? ഓഹോ, ട്രിപ്പിൾ അടിച്ചിട്ടാ അവന്റെ വരവ്. ഒരു 200 രൂപയ്ക്കുള്ള വകുപ്പുണ്ട്. ഓ, ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ചേട്ടാ, ചുമക്കുള്ള ഒരു മരുന്ന് വേണം. ടോണിക്കാണോ? ഏയ്, ടോണിക്കൊന്നും അല്ല, എന്റെ വല്യമ്മച്ചിക്കാ. എടാ കൊച്ചനെ, ചുമക്കുള്ള ടോണിക്ക് മരുന്നാണോ വേണ്ടതെന്ന്? ഷടാ, ടോണിക്ക് മരുന്ന് വേണോന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ദേ വേണ്ടേ, എന്റെ കാലിൽ ചെരിപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സിനിമ കാണാനെന്നും പറഞ്ഞ് 50 രൂപ വാങ്ങിയത്? അത് ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സിന് ഒരു ട്രീറ്റ് കൊടുത്തതാ. നിന്റെ റിസൾട്ട് വന്നോ? എത്രയാ മാർക്ക്? അത് 35. 35? ഏത് സബ്ജക്റ്റിനാ ഇത്ര കിട്ടിയത്? അമ്മ പറ, ഞാനൊരു ക്ലൂ തരാം. ഞാൻ ട്യൂഷന് പോകാത്ത സബ്ജക്റ്റാണ്. മലയാളം അല്ല. പിന്നെ ഹിന്ദിയാണോ? ഹിന്ദിയും അല്ല. പിന്നെ ടോട്ടലിൽ എനിക്ക് 35 മാർക്ക് കിട്ടി. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. മോനെ, നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. നിന്നെ ഞാനൊരു പള്ളിയിലച്ഛനാക്കാന്ന് നേർന്നതാ. ചതിച്ചല്ലോ അമ്മേ. എന്റെ മോനെ ഒരു പള്ളിയിലച്ഛനാക്കാമെന്ന് ഞാനും നേർന്നതാ. എന്താ അമ്മാവാ ഇവിടെ? ബസ് കയറുവാൻ നിക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിക്ക്. ബസ് നന്നായി കേറിക്കോളൂ. മോൻ കുട്ടിയല്ലേ, എനിക്ക് വയസ്സായി. എന്നെ ഒന്ന് സഹായിക്കണം. ഓ, അതിനെന്താ, ആ വടി ഞാൻ പിടിക്കാം. അയ്യോ, നമുക്ക് മുട്ട തരുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. കോഴി. വെരി ഗുഡ് ടിൻറ്റുമോൻ. മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. മുട്ട. അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. മുട്ടയിട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടി? മുട്ടായി. എന്താ ടിൻഡു നീ കണ്ണട വെച്ചിരിക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ.